ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടം പുതിയൊരു തർക്കത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ അക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വാക്പോരാണ് അരങ്ങേറുന്നത്. ഈ വിഷയത്തിൽ അതിശക്തമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാരിനും CPM നേതൃത്വത്തിനുമെതിരെ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ പച്ചക്കള്ളമാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതെന്നും സംസ്ഥാനത്തെ വ്യാപകമായ അക്രമം അഴിച്ചുവിടാൻ CPM ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മന്ത്രി വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ അക്രമാസക്തമായി കടന്നാക്രമിച്ചു എന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും സത്യാവസ്ഥയെ വളച്ചൊടിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്നും സതീശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മന്ത്രിയുടെ അടുത്ത് KSU പ്രവർത്തകർ എത്തിയിട്ടില്ലെന്നും പോലീസ് ഏറെ പണിപ്പെട്ടാണ് മന്ത്രിയെ തന്നെ നിയന്ത്രിച്ചിരിക്കുന്നതും എന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പക്ഷം. മന്ത്രിയുടെ കയ്യിൽ കണ്ട മുറിവ് നേരത്തെ തന്നെ ഉള്ളതാണെന്നും സംഭവ സ്ഥലത്ത് വെച്ച് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഇത്തരം നാടകങ്ങളിലൂടെ ജനങ്ങളുടെ മുൻപിൽ അവർ പരിഹാസിയായിരിക്കുകയാണെന്നും സതീശൻ പരിഹസിച്ചു. ഇതിലൂടെയൊന്നും രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ സർക്കാരിനാവില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിലവിൽ CPM നടത്തുന്നത് ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണെന്നും ഇത് സ്പീക്കറുമായി കൂടിയാലോചിച്ച ശേഷം ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സതീശൻ ആരോപിച്ചു. ഉന്നതമായ ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന സ്പീക്കർ ഇത്തരമൊരു കള്ളപ്രചാരണത്തിൽ പങ്കാളിയാവാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിയുടെ കഴുത്ത് തിരിച്ചുവെന്നൊക്കെയുള്ള പ്രചാരണം തികച്ച അസംബന്ധമാണെന്നും എന്നാൽ ഇത്തരം ഭീഷണികളിലൊന്നും ഭയന്ന് തങ്ങൾ പിന്മാറില്ലെന്നും ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ തുടരുമെന്നും VD സതീശൻ വ്യക്തമാക്കി. LDF മുൻപ് സംഘടിച്ച 3 ജാഥകളും ജനപങ്കാളിത്തമില്ലാതെ പരാജയപ്പെട്ടതിന്റെ നിരാശയിലാണ് CPM ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. UDFന്റെ പുതുയുഗ യാത്രയെ തകർക്കാനാണ് ഈ നുണപ്രചാരണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. മന്ത്രിയുടെ കഴുത്ത് തിരിച്ചുവെന്ന് പ്രസ്താവന നടത്തിയ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും ആക്രമണത്തിന് ആഹ്വാനം നൽകിയ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സ്പീക്കർ തന്റെ പദവി മറന്ന് പഴയ SFI പ്രവർത്തകനായ പോലെയാണ് പെരുമാറിയതെന്നും അദ്ദേഹം വിമർശിച്ചു. രാഷ്ട്രീയമായ വിയോജിപ്പുകളെ കായികമായി നേരിടാനും കള്ളക്കേസുകൾ എടുക്കാനുമുള്ള നീക്കം ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്നും സതീശൻ തുറന്നടിച്ചു. അതേസമയം CPM ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. മന്ത്രിയെ വധിക്കാനായിരുന്നു KSU പ്രവർത്തകരുടെ ശ്രമമെന്ന് CPM ആരോപിക്കുന്നു. സംഭവത്തിൽ വീണ ജോർജിന്റെ കഴുത്തിന്റെ വലതുഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ടെന്നും കഴുത്ത് അനക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്നുമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പ്രതികരിച്ചത്. മന്ത്രി നിന്നിരുന്ന സ്ഥലത്തിന്റെ വലതുഭാഗത്ത് കറുത്ത തുണിയുമായി ഒരാൾ പാഞ്ഞു വന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും ഇത് പ്രതിഷേധമല്ല മറിച്ച് കൊലപാതക ശ്രമമാണെന്നുമാണ് CPM നേതാക്കളുടെ വാദം. മന്ത്രിയുടെ വഴിയിൽ റീത്ത് വെച്ചതും വധിക്കാനുള്ള ഗൂഢാലോചനയുടെ ശ്രമമാണെന്ന് ജയരാജൻ ആരോപിച്ചു. ക്രമസമാധാന നില തകർക്കാൻ കോൺഗ്രസും KSUവും ബോധപൂർവം ശ്രമിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഭരണപക്ഷ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. 2 മുന്നണികളും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതോടെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. മന്ത്രിക്ക് നേരെ ഉണ്ടായെന്ന് പറയപ്പെടുന്ന ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട്. ഓരോ വിഭാഗവും തങ്ങൾക്ക് അനുകൂലമായ രീതിയിലാണ് ഈ ദൃശ്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കപ്പെടുന്നുണ്ട്. സമാധാനപരമായ പ്രതിഷേധങ്ങളെ സർക്കാർ അടിച്ചമർത്തുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ജനപ്രതിനിധികൾക്ക് നേരെ കായികമായ ആക്രമണം അഴിച്ചുവിടുന്നത് അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ. എന്തായാലും ഈ സംഭവം കേരളത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറുമെന്നത് ഉറപ്പാണ്.